60 ദാവീദിൻ്റെ ഒരു വിലാപ സങ്കീർത്തനവും അതോടൊപ്പം ദൈവത്തിലുള്ള പ്രത്യാശ പ്രകടിപ്പിക്കുന്ന ഒരു ഗീതവുമാണിത്. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണെന്നും ദൈവത്താൽ മാത്രമേ യഥാർത്ഥ വിജയം ലഭിക്കുകയുള്ളൂ എന്നും ദാവീദ് തിരിച്ചറിയുന്നു. ഏദോമ്യരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് തുടക്കത്തിൽ പരാജയം നേരിട്ട സാഹചര്യത്തിലാണ് ദാവീദ് ഇത് രചിച്ചത്. വിശ്വാസ ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. 60 സങ്കീർത്തനം. ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു. നീ കോപിച്ചിരിക്കുന്നു. ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു. അത് കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു. പരിഭ്രമത്തിൻ്റെ വീഞ്ഞു നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശെഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്. എഫ്രൈം എൻ്റെ തലക്കോരികയും യഹൂദ എൻ്റെ ചെങ്കോലുമാകുന്നു. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പെറിയും. ഫെലിസ്ത്യദേശമേ, നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോട് കൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.